റിയൽമി GT6 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി GT6 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.78 ഇഞ്ചിന്റെ 1.5K ഡിസ്പ്ലേ വന്നേക്കാം. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനൊക്കെ ഇതിൽ വരും. അതുമാത്രമല്ല LTPO എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ മാക്സിമം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വന്നേക്കാം. പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടായിരിക്കും. ഈ ഒരു ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് 6000 നിറ്റ്സ് വരെ വരുന്നതായിരിക്കും. വളരെ കൂടിയ ഒരു പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ള കണ്ടീഷൻസിൽ യൂസ് ചെയ്യുമ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷനും ഇതിൽ വന്നേക്കാം. അപ്പം മികച്ചൊരു പ്രൊട്ടക്ഷനും ഫോണിന്റെ ഫ്രണ്ടിൽ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക എന്നൊക്കെ പറയാവുന്നതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. IP65 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന ഇപ്പോഴുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറിന്റെ തൊട്ട് താഴെ വരുന്ന പ്രോസസ്സറാണ്. ആ മികച്ചൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരേണ്ടതാണ്. 40,000 രൂപയ്ക്ക് താഴേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത് മികച്ചൊരു പ്രോസസ്സർ എന്നൊക്കെ തന്നെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. പിന്നെ കുറച്ച് AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. AI ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നുള്ള രീതിയിലാണ് അവർ ഈ ഒരു ഫോൺ ഇപ്പം മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പം AI ഫീച്ചേഴ്സും വന്നേക്കാം. അതുപോലെ തന്നെ നല്ലൊരു പ്രൈസിങ്ങിലായിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്യാനും ചാൻസ് ഉണ്ട്. കാരണം ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് എക്സാക്സിസ് ലീനിയർ മോട്ടറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഫോൺ വെട്ടം നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 3D കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയേണ്ടതാണ്. പിന്നെ NFC എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരും. റിയാലിറ്റി സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. Android 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 മെഗാ പിക്സലിന്റെ 1.88 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വന്നേക്കാം. ഇത് സോണി IMX882ന്റെ സെൻസർ ആയിരിക്കും. OSന്റെ സപ്പോർട്ടും വന്നേക്കാം. പിന്നെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. ഇത് സോണി IMX355ന്റെ സെൻസർ ആയിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിന്റെ സോണി IMX615ന്റെ സെൽഫി ക്യാമറ വന്നേക്കാം. അപ്പം ഓൺ പേപ്പർ തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വന്നേക്കാം. ഇത് മിക്കവാറും ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ ആയിരിക്കില്ല. ബാറ്ററിയുടെ കാര്യത്തിൽ 5500 mAh ബാറ്ററിയൊക്കെ വന്നേക്കാം. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നതായിരിക്കും. 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ വന്നേക്കാം. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 20-നാണ് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ട് വഴിയായിരിക്കും ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുക. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് കൺഫർമേഷൻസ് ഇപ്പം പുറത്തു വന്നിട്ടില്ല. പക്ഷേ ചില റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് 40,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോണിന്റെ വില എത്തിയേക്കാം എന്നാണ്. അപ്പം നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലേക്ക് ഈ ഫോൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പോക്കോയുടെ ഇപ്പോൾ അടുത്ത് പോക്കോ F6 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ സെയിം പ്രോസസ്സർ തന്നെയാണ് അതിലും വരുന്നത്. ആ ഒരു ഫോണാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനോട് ഒന്ന് കോമ്പറ്റീഷനിൽ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു 30,000 to 35,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്യേണ്ടി വരും. പിന്നെ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും റിയൽമി GT6 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.